17 വർഷക്കാലം പാർട്ടിയെയും 10 വർഷം സംസ്ഥാനത്തെയും നയിച്ച് ചരിത്രപരമായ മുന്നേറ്റം സമ്മാനിച്ച നേതാവ് പിണറായി വിജയന്റെ രാഷ്ട്രീയ പതനത്തിന് സാക്ഷ്യം വഹിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. ഉയർത്തിക്കാട്ടിയ വികസനം ജനങ്ങളും വ്യക്തികേന്ദ്രീകരണ വ്യവസ്ഥയിലേക്കുള്ള മാറ്റം പാർട്ടി അണികളും തള്ളിയപ്പോൾ ചരിത്രത്തിലെ ദയനീയ തോൽവിക്ക് ഹേതുവായി മാറി ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ. നേതൃത്വത്തിനെതിരെ വിമർശനവും നേതൃമാറ്റത്തിനും മുറവിളി ഉയരുമ്പോൾ പിണറായി വിജയൻ ഇനി എങ്ങോട്ട് എന്നാണ് ഉയരുന്ന സ്വാഭാവിക ചോദ്യം. രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. രുജീഷ്, നമുക്കറിയാം ഒരു ഇടത് കേഡറിനെ സംബന്ധിച്ച് അധികാരമല്ല ഒന്നിനും ആധാരം എന്ന് അവർ തന്നെ പറയും. പക്ഷേ സംസ്ഥാനത്തെ CPI-യിൽ പിണറായി അല്ലാതെ മറ്റാരി എന്ന സാഹചര്യം ഒരു ഘട്ടത്തിൽ മുഴച്ചിരുന്നു. ഈ തോൽവി ഒരു വലിയ സൂചനയാണോ? നേതൃമാറ്റത്തിന്റെ സൂചന തന്നെയല്ലേ ഇനി വരാനിരിക്കുന്നത്? ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം പിണറായി വിജയന്റെ നേതൃത്വം എന്ന് പറയുന്നത് 98 മുതൽ നമ്മൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കാണുന്നതാണ്. ചടയൻ ഗോവിന്ദൻ മരണപ്പെട്ടത് ഒരു സമയത്ത് അത് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി 10 വർഷക്കാലം. അങ്ങനെ വലിയൊരു നാൾ അത് പാർട്ടിയെയും അതോടൊപ്പം സർക്കാരിനെയും നയിച്ച ഒരു കാലം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ നേരത്തെ VS-ന്റെ ഒക്കെ കാലത്ത് മുൻപ് അത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും പ്രതിപക്ഷ നേതാവായ ഒരു കാലം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതിന് സമാനമായ ഒരു കാര്യം പിണറായിയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യം നമുക്കറിയാം. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ബാലഗോപാൽ ആയിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി വരിക എന്ന കാര്യത്തിലാണ് ചർച്ചകൾ ഈ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നാളെ സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കറിയാം ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരുപക്ഷെ VS മുഖ്യമന്ത്രി ആകാൻ പോകുന്ന പ്രായം, ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആകുന്ന പ്രായം 82 ആയിരുന്നു. അതിനുശേഷം 87 വയസ്സിൽ ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഈ സഭയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനും ശേഷം അദ്ദേഹം 92-ാം വയസ്സിൽ വീണ്ടും ഒരു ജയം കൂടി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ആ സമയത്താണ് പിണറായി വിജയൻ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വരുന്നത് പോലും. പക്ഷേ പ്രായം കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയന് ഇനിയും സമയമുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ ആ അർത്ഥത്തിലല്ല നിലവിലെ സാഹചര്യം പോകുന്നത്. വലിയ തിരിച്ചടി, അത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇടതുപക്ഷം നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി ഇത് മാറുകയാണ്. അത് രാജ്യത്ത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സമീപകാലത്തൊക്കെ പരിശോധിച്ചാൽ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനിയൊരു നേതൃമാറ്റം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പോകുന്നത്. നമുക്കറിയാം 98-ൽ പിണറായി സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് ശേഷം ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് 2001-ലാണ്. സമാനമായ ഒരു തിരിച്ചടിയോടെയാണ് അന്ന് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് ലോക്സഭയിലായാലും വലിയ വിജയം ഉണ്ടാകുന്നു. സെക്രട്ടറി എന്ന നിലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു സെക്രട്ടറി കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പാർട്ടിയെ ഒന്നിച്ചു നിർത്താൻ പറ്റിയ ഒരു നേതാവ് എന്ന തലത്തിൽ തന്നെയായിരുന്നു. പാർട്ടി പിണറായിയുടെ കയ്യിൽ എന്ന തരത്തിൽ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും പാർട്ടിയും സർക്കാരും ഒരുപോലെ കൊണ്ടുപോയ ഒരാൾ കൂടിയാണ്. പക്ഷേ ഈ പതനം ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് ചിന്ത ഫ്ലാറ്റിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ തന്നെ ആ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം പൊളിറ്റ് ബ്യൂറോ അംഗം മാത്രമായുള്ള ഒരു പിണറായി വിജയനെ നമ്മൾ കാണും. അദ്ദേഹത്തിന് മറ്റ് ചുമതലകളില്ല. അത് പാർട്ടിയിലായാലും പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന ചുമതല മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. അതിനുശേഷം ഏത് രീതിയിലാണ് ഈ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് പിണറായിക്ക് മാത്രം വഴങ്ങിയിരുന്ന തരത്തിൽ, അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന തരത്തിൽ ആ പാർട്ടി മാറുകയാണോ, അത് ആരുടെ നേതൃത്വത്തിലേക്ക് അത് മാറും എന്നത് ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ഈ ചോദ്യം ചോദിച്ചു. സംസ്ഥാന സെക്രട്ടറി മാറുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയാണ് ഒരു സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് അറിയാമല്ലോ എന്നായിരുന്നു മറുപടി. അതുകൊണ്ട് ഉടൻ ഒരു നേതൃമാറ്റത്തിലേക്ക് CPI പോകും എന്ന് കരുതാൻ വയ്യ. കാരണം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അനുസരിച്ച് CPM-ൽ നേതൃമാറ്റം ഉണ്ടാകുന്നത് നമ്മൾ കാണാറില്ല. ആ തരത്തിൽ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല CPI. അത് സെക്രട്ടേറിയറ്റിൻ്റെയും മറ്റ് പാർട്ടി നേതാക്കൾ ഒന്നിച്ചെടുക്കുന്ന തീരുമാനമെന്ന് തന്നെയാണ് എല്ലാ കാലത്തും പറയാറുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും കാണാത്ത തരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണിത്. കാരണം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കുന്നത് കണ്ടതാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പറയുകയും ചെയ്യും. അസാധാരണമായ സാഹചര്യം. ആ അസാധാരണമായ സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിക്കെതിരെ പരസ്യമായ രീതിയിലേക്ക് പോസ്റ്റർ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു നേതൃമാറ്റം ഉണ്ടാകും. ആ സമയത്ത് പിണറായി വിജയന്റെ റോൾ എന്താണ് എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, രുജീഷ് വി രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.